ആരും അങ്ങനെ പാടിപ്പറഞ്ഞ് നടക്കുന്നില്ലെന്നേ ഉള്ളൂ. ശാസ്ത്രത്തിനും യുക്തിക്കും നിരക്കാത്ത നിരവധി അത്യപൂർവ അത്ഭുതാനുഭവ സാക്ഷ്യങ്ങൾ ഒരുപാട് ഭക്തജനങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിച്ച ശക്തിയുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ദേവരുനട ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കടയ്ക്കാവൂർ, നമ്മുടെയൊക്കെ ദേവരുനട. ഓരോ കടയ്ക്കാവൂരുകാരന്റെയും വിശ്വാസവും വിചാരവും സർവ്വക്ഷേമത്തിനും നിദാനവും ഈ തിരുസന്നിധിയാണ്. സാക്ഷാൽ ദേവകുലത്തെ തന്നെ സംരക്ഷിക്കുന്ന സൈന്യസേനാധിപതിയുടെ സംരക്ഷണതയിലാണ് ഈ നാട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൗരാണികതയും പരമ്പരാഗതമായ ആചാരപ്പെരുമയും പലതരത്തിലുള്ള ആഘോഷഗരിമയും മാത്രമല്ല ഈ ക്ഷേത്രത്തെ പ്രസക്തമാക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിന് അനിവാര്യമായി തീർന്ന മതപരവും സാമൂഹികപരവുമായ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഒരു മികച്ച അധ്യായം രചിക്കപ്പെട്ടത് ഇവിടെയാണ്. വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ മുൻപ് 1914 നടന്ന കടയ്ക്കാവൂർ സുബ്രഹ്മണ്യ ക്ഷേത്ര കലാപം. സംഭവം ഇതായിരുന്നു. അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതിയില്ലായിരുന്നു, പ്രവേശനം വിലക്കിയിരുന്നു. അങ്ങനെയിരിക്കെ 8 ദിവസം നീളുന്ന ഉത്സവത്തിന്റെ 7ാം ഉത്സവ ദിവസത്തിന്റെ വിശേഷമായ നമസ്കാര വരവിൽ കാവിൽ KG പത്മനാഭന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പരിഷ്കാരവാദികളായ ചെറുപ്പക്കാർ സംഘടിച്ചെത്തി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു, ദർശനം നടത്തി, നമസ്കാരവും നടത്തി. അവർ കൊടിമരം സ്പർശിച്ച് അശുദ്ധമാക്കുകയും ചെയ്തു. രാജകൽപ്പന പ്രകാരം അവർക്കെതിരെ കേസെടുത്തു. കോടതി 8 പേരെ ശിക്ഷിച്ചു. 1 വർഷം കഠിന തടവും 75 രൂപ പിഴയുമാണ് വിധിച്ചത്. പ്രതികൾ അപ്പീൽ ഫയൽ ചെയ്തു. അപ്പീലിനോടുള്ള കോടതിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: യുവാക്കളുടെ വിപ്ലവ വീര്യത്തെയും ഉദ്ദേശശുദ്ധിയെയും കോടതി മാനിക്കുന്നു, അതിൽ അനുഭാവമുണ്ട്. പക്ഷേ പ്രവൃത്തിയിൽ നിയമരാഹിത്യം ഉള്ളതിനാൽ നടപടിയെടുക്കാതെ നിർവാഹമില്ല എന്നാണ് കോടതി പറഞ്ഞത്. ശിക്ഷ 4 മാസത്തേക്ക് ഇളവ് ചെയ്തു. നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്ന അകാരണമായ ആ വിലക്കിനെ ലംഘിച്ച വിപ്ലവ വീര്യത്തോടെ നമ്മുടെ കൊച്ചി കടയ്ക്കാവൂരും നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമൊക്കെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു അധ്യായമായി മാറുകയായിരുന്നു. തേവരുനട ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 2026-ാം ആണ്ടിലെ തിരു ഉത്സവം മാർച്ച് 26 വ്യാഴാഴ്ച രാത്രി 7:30 തൃക്കൊടിയേറി ഏപ്രിൽ 2 ആറാട്ടോടുകൂടി പരിസമാപിക്കുകയാണ്. മുൻ വർഷങ്ങളിലേതുപോലെ ദീപാലങ്കാരവും വിശേഷാൽ പൂജകളും കലാപരിപാടികളും വിവിധ കരകളിൽ നിന്ന് എത്തിച്ചേരുന്ന ഭക്തിസാന്ദ്രവും പ്രൗഢഗംഭീരവുമായ കാവടി ഘോഷയാത്രകളും ഒക്കെയായി ഉത്സവം ഈ വർഷവും കെങ്കേമമാവും. പ്രിയപ്പെട്ടവരെ, ഏവർക്കും എൻ്റെ ഉത്സവാശംസകൾ. വരിക, പ്രാർത്ഥിക്കുക, ആഘോഷിക്കുക.